അപ്പൊ ഈ ഡിപ്രഷനിലാകുന്ന ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയായി മാറും ഒരു പോയിന്റിൽ. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എക്സസൈസും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും, വർക്കിനും പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ സ്ട്രെസ് ഉള്ള കാരണം ചിലർ കാണത്തില്ലേ, നേരത്തെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. റീസൺ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആള് ഫിറ്റ് ആയിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ റീസൺ സിമ്പിൾ ആണ്, സ്ട്രെസ് റിലീസ് ചെയ്യുന്നില്ല. ആ സ്ട്രെസ് റിലീസ് ആണ് ശരിക്കും എല്ലാവർക്കും വേണ്ടിയത്. പക്ഷെ ഈ സ്ട്രെസ് റിലീസ് ആകാനുള്ള സൊല്യൂഷൻ ഈ ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. ചിലർ നടക്കാൻ പോകുമ്പോൾ ആ സ്ട്രെസ് റിലീസ് ആകുമായിരിക്കും. ചിലപ്പോൾ ഉറങ്ങാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. സ്ട്രെസ് വരുമ്പോൾ എങ്ങനെയാലും കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ദിവസം രാവിലെ എനിക്ക് ഓക്കെ ഇപ്പൊ കുഴപ്പമില്ല. ചിലർക്ക് അത് ആൽക്കഹോൾ ആയിരിക്കും. പിന്നെ അത് അങ്ങനെ അങ്ങനെ ഓരോ നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഡിപ്രഷൻ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മെന്റലിയും ഫിസിക്കലിയും നമ്മൾ മാറും. 25 വയസ്സുകാരനെ കാണുമ്പോൾ അയാൾ 40 വയസ്സിന്റെ ഒരു തോന്നല് കൊണ്ടുവരും. അയാൾ സ്ട്രെസ്ഡ് ആണ് ലൈഫിൽ. അപ്പം ആ സ്ട്രെസ് കാരണമാണ് അയാൾ ഫേസിൽ ഉണ്ടാവുന്ന ചേഞ്ചസും. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഡിലേയും ഉന്മേഷം ഇല്ലാത്ത രീതിയിലായിരിക്കും അവരുടെ കാര്യങ്ങൾ പോകുന്നത്.